ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചു കാലം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നാളായി ഒരുപാട് ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ പേജിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് മാസ്ക് ഞാൻ റീസെന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയിട്ട് നിയർലി 1 month ആയി. അപ്പൊ ഞാൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബയോഡെൻസിന്റെ കൊളാജൻ ഫേസ് മാസ്ക്. നമ്മൾ രാത്രി ഫേസിലിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും വൈറ്റ് മാസ്ക് ക്ലിയർ ആവുന്നുള്ളത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് കണ്ടു. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വാങ്ങി ട്രൈ ചെയ്യാം. പക്ഷെ നമ്മൾ കൊറിയൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നത് എത്രത്തോളം ഒറിജിനൽ ആണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ തപ്പി നമ്മുടെ മാക്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നും 1000 സംതിങ്ങിന്റെ പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു പാക്കിനുള്ള 4 ഷീറ്റ് മാസ്ക് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ കയ്യിൽ ഒരു 300 സംതിങ്ങിന് ഒറ്റ മാസ്ക് മാത്രമായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഫേസിലിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാതെ നമ്മൾ നല്ലൊന്നും വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. വർക്ക്ഔട്ട് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ ഒരു പാക്കിന്റെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ റിവ്യൂ വീഡിയോ പോലെ ഇടാമ്. റിവ്യൂ പറയാൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതെന്റെ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങളെ മുന്നിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് ഹൈഡ്രേറ്റിംഗ് ആണ്, പോർ മിനിമൈസ് ചെയ്യും, സ്കിന്ന് ഫോമിങ് ആക്കുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും 1 time യൂസിലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു ആഗ്രഹമല്ലേ, അതിന്റെ പുറത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്തു. ഇത് വാങ്ങി വെച്ചിട്ട് ഒരു 1 month അടുത്തായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിനൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. പുറത്തേക്ക് നോക്കാം. കണ്ടിട്ട് ഭയങ്കര പെട്ടെന്ന് പൊട്ടി പോകുന്നൊരു ടൈപ്പ് വരെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വെച്ച് നോക്കാം ഫേസില്. ഇത് ഭയങ്കര ഫ്രജൈലാണ് കേട്ടോ ഈ സാധനം. എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇതാണ് ടോപ്പ്. എന്താണ് ചക്കൻ ഡേസ്. ഭയങ്കര കൂളിംഗാണ് കേട്ടോ. ഒരുവിധം ഞാൻ ടോപ്പ് പോഷൻ വെച്ച് ഇത് നമുക്ക് താഴെയുള്ള ഭാഗം വെക്കാം. ഇത് ഇവിടെ വയ്ക്കാനാണെന്ന് തോന്നുന്നു. സ്മൈൽ ലൈൻസ് പോലെ അങ്ങനെ നമ്മള് 2 പീസും വെച്ച് ഇനി നമുക്ക് ബാക്കിയുള്ളത് ലിപ്പിൽ വെക്കാനുള്ള ഒരു പീസും കൂടിയാണ്. നമ്മുടെ ലിപ്പിൽ വെക്കാനുള്ള ഒരു പീസും കൂടിയാണ് ബാക്കിയുള്ളത്. ഇത് ഗ്രാജുവലി ട്രാൻസ്പെറന്റ് ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ വീഡിയോസ് കണ്ടിട്ടുള്ളത്. അപ്പോ ഞാൻ ഇതിന്റെ ബാക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് രാവിലെ എഴുന്നേറ്റ് കാണിച്ചു തരാം. അപ്പൊ ഈ ലിപ്പിൽ വെക്കാനുള്ള പീസും കൂടി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കണ്ടിട്ടാണ്. ഞാൻ ഉറങ്ങുന്നതിന്റെ മുന്നേ മിറർ നോക്കിയപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്കിന്നിന് അതിനെ വലിയുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഈവൻ ലിപ്പിന്റെ മുകളിലുള്ളതിനും കുഴപ്പമൊന്നുമില്ല. ഇതാണ് കേട്ടോ നമ്മൾ ഉറങ്ങി എണീറ്റ് ഉടനെയുള്ള നമ്മുടെ ഫേസ് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് റിമൂവ് ചെയ്യുമ്പോഴും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫീൽ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചൊരു വെയിലത്തല്ല കുറച്ചൊരു വെളിച്ചത്തിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു നല്ല ഗ്ലോയിങ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്കിന്ന് നല്ല ഹൈഡ്രേഷൻ, ലിപ്പൊക്കെ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ് സ്കിൻ, ആ ഒരു ഫീല് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കും കേട്ടോ. ഞാൻ ക്യാമറയിൽ സംഭവം അടിപൊളി, എനിക്ക് ഇഷ്ടമായി കേട്ടോ. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫേസിലുള്ള നമ്മുടെ ഷീറ്റ് റിമൂവ് ചെയ്തു. നല്ല എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയ പോലെ ഉണ്ട് സ്കിൻ. അത് മാത്രമല്ല നമ്മൾ ലിപ്പിന്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ റിമൂവ് ചെയ്തപ്പോൾ ലിപ്പിനൊരു ഭയങ്കര ഒരു ഹൈഡ്രേറ്റിംഗ് ഫീലും. മറ്റേ രാവിലെ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് എണീക്കാറുള്ളത് ലിപ്പ്. നമുക്കിങ്ങനെ വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ലേ.
അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലം ഇന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇത് റിമൂവ് ചെയ്ത ഉടനെ നമ്മുടെ സ്കിന്ന് നമ്മൾ കുറച്ച് വെയിൽ ഉള്ള സ്ഥലത്ത് പോയി നോക്കുമ്പോഴും ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദ ഡേ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് അറിയില്ല. സാധാരണ എനിക്കുമ്പോൾ ആ ഒരു ഓയിലിനെസ് ഇല്ല. ഇത് റിമൂവ് ചെയ്തുകൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും എന്താ പിന്നൊരു ഒരു ഡിഫറൻസ് ഉണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. സംഭവം വേർത്താണെന്ന് തോന്നുന്നു. നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പുറത്തു പോകുന്ന ദിവസവും അങ്ങനെയാണെങ്കിൽ തലേന്ന് തെറ്റ് കിടന്നാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ സ്കിൻ ഭയങ്കര അടിപൊളിയാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിന്റെ മുകളിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട്. എന്റെ ശബ്ദം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പനി പിടിച്ച ശബ്ദം മാത്രം ശരിയായില്ല കേസ്. അതുകൊണ്ട് ചെറിയൊരു ടോട്ടൽ പ്രശ്നമുണ്ട്. സോ വാട്ടർ സംഭവം കിട്ടില്ല. എനിക്ക് ഇഷ്ടമായി. ഞാൻ എല്ലാ മാസവും മറ്റേതൊരു ഷീറ്റ് മാസ്ക് വാങ്ങി യൂസ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ മാസം വാങ്ങിയത്. പക്ഷെ കഴിഞ്ഞ മാസം ഉപയോഗിച്ചില്ല. അപ്പം സംഭവം അടിപൊളിയാണ്. മാക്രോണിൽ അവൈലബിൾ ആണ്. ഒരു 350 അറൗണ്ട് കണ്ടാണ് ഷീറ്റ് മാസ്കിന്റെ റേറ്റ് വരുന്നത്. ഞാൻ നോക്കിയിട്ട് വീഡിയോയിൽ കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും വാങ്ങുന്ന ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിരുന്നു എന്നുള്ളത് കമന്റിൽ പറയണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിച്ചത് വരെ ബൈ.